നമസ്കാരം. പ്രതീഷ് കുര്യൻ ക്ലാസസിൻ്റെ ഓൺലൈൻ കരോത്സവം മത്സരത്തിൽ വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ഒരു യൂട്യൂബ് ചാനലിൽ ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 7000-ലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അതായത് വ്യൂവേഴ്സായിട്ടും ലൈക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പങ്കെടുക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. അതിന് കാരണം ഇതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ ആ ഒരു സ്പിരിറ്റ് കൊണ്ടാണ് ഇത്രയും പേരിലേക്ക് ഇത് എത്തുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം 100 സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് ഇതിൽ. അതിന് മത്സരാർത്ഥികളോടുള്ള നന്ദിയും അതുപോലെ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനോട് സ്വാഗതവും പറയുകയാണ്. അപ്പോൾ ഇതിൽ ലൈക്ക് ആയിരുന്നു ഇതിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം. അപ്പോൾ ലൈക്ക് മേടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മുടെ ഈ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് കണ്ടത് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റാണ്. ഏകദേശം 4500 പേര് കണ്ടിട്ടുണ്ട്. അതിന് കിട്ടിയ ലൈക്ക് എന്ന് പറയുന്നത് 62 ലൈക്കാണ്. അല്ലെങ്കിൽ 1000 പേരൊക്കെ കാണുന്ന എൻ്റെ ഈ ഒരു ക്ലാസ്സിന് പരമാവധി കിട്ടുന്ന ഒരു 15 അല്ലെങ്കിൽ 20 ലൈക്കാണ്. അപ്പോൾ ഈ ലൈക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഞാൻ ഉൾപ്പെടുന്ന ഈ മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, നല്ലത് കണ്ടാലും നമുക്ക് നല്ലതെന്ന് പറയാനായിട്ടുള്ള ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ലൈക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് മോശമായിരുന്നു എന്നല്ല. അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ മത്സരിച്ചു. അപ്പോൾ ഇതിൽ സൈന ആൻഡ് സൈറ സാന്ദ്രയാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് മേടിച്ച് വിജയിച്ചത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ പുറകിലായിരുന്നു എന്നല്ല. ഓരോരുത്തരുടെയും അവരുടെ ഈ ലൈക്ക് മേടിക്കാനായിട്ട് അവരുടെ കണക്ഷൻസും അവരുടെ അതുപോലെ ആളുകളുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഇതിന് മാനദണ്ഡമാണ്. അതൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ലൈക്ക് മേടിക്കാനുള്ള കാരണമായിട്ട്. ഇപ്പം പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർക്ക് കുട്ടികളുടെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർക്ക് അതിലേക്കൊക്കെ അയക്കാനായിട്ട് അങ്ങനെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതൊരു പരാജയമാണ്, അല്ലെങ്കിൽ കുറഞ്ഞു പോയതൊരു കുറ്റമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ആരും പരാജിതരല്ല, എല്ലാവരെയും വിജയികളായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിൽ ഒരിക്കലും ഒരു അംഗപരിമിതരുടെ ഒരു മത്സരം നടക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഓട്ട മത്സരമായിരുന്നു. അപ്പോൾ 100 മീറ്റർ ഓട്ട മത്സരം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പകുതി വഴി എത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ വീണുപോയി. അപ്പോൾ ആ കുട്ടി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ മുമ്പായിട്ട് പോയവരെല്ലാവരും ഈ കുട്ടി കരയുന്ന കണ്ടപ്പോൾ പുറകോട്ട് വന്ന് ആ കുട്ടിയെ എണീപ്പിച്ച് എൻ്റെ വിഷമമൊക്കെ മാറ്റിച്ച് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയി. എല്ലാവരും കൂടെ കൈ കോർത്ത് പിടിച്ച് ഒരുമിച്ച് ഓടി. എല്ലാവരും ഫിനിഷിംഗ് പോയിന്റ് ഒരുമിച്ച് ഫിനിഷ് ചെയ്തു. അങ്ങനെ എല്ലാവരെയും വിജയികളായി സംഘാടകരെ പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഒരു കഥയുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ടുള്ളതാണ്. അത് കാണിക്കുന്നത് എല്ലാവരെയും നമ്മളൊരുപോലെ വിജയികളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേ ഒരു രീതി തന്നെയാണ് നമ്മളിവിടെ ഇതിൻ്റെ ഈ കാര്യത്തിൽ നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. എല്ലാവരെയും നമ്മൾ വിജയികളായിട്ട് കാണുകയാണ്. അപ്പോൾ നമുക്കതിന് അവർക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിമിതമായ ചെറിയ ഒരു പ്രൈസാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ പങ്കെടുത്തു. അതായത് കാനഡയിലുള്ളവരുണ്ടായിരുന്നു, അയർലൻഡിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, സൗദിയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് എന്ന് പറയാൻ പോലും സാധിക്കില്ല. എങ്കിൽ പോലും പ്രൈസ് തന്നെയാണ്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നിങ്ങളുടെ പ്രൈസുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം മേടിക്കാത്തവരെ ഫസ്റ്റും ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ സാധിക്കുന്നവർക്കെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ എല്ലാം ഇവിടെ സേഫായിട്ട് ഇവിടെയുണ്ട്. ഏത് രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഈ ഒരു സ്പിരിറ്റ് തുടർന്നും ഉണ്ടാകണം. ഇതുപോലെയുള്ള മത്സരങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകൾ ഇതോടനുബന്ധിച്ച് ഇതുപോലെയുള്ള ഇനിയും ഉണ്ടാവും. അപ്പോൾ അതിലെല്ലാം നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി വിജയികളായ എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
soldier, choosing your battle. Pick yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. The pressure's on, we feel it, but you got it all, believe it. When you fall, get up, oh, oh, and if you fall, get up, eh, eh. Samina, mina, sangalewa, cause this is Africa. Samina, mina, eh, eh, waka, waka, eh, eh. Samina, mina, sangalewa, this time for Africa. Listen to your God, this is our motto. Your time to shine, don't wait in line, y vamos por todo. People are raising their expectations. Go on and feed them, this is your moment, no hesitation. Today's your day, I feel it. You pave the way, believe it. If you get down, get up, oh, oh. When you get down, get up, eh, eh. Samina, mina, sangalewa, this time for Africa. Samina, mina, eh, eh. Waka, waka, eh, eh. Samina, mina, sangalewa, anawa, ah, ah. Samina, mina, eh, eh. Waka, waka, eh, eh. Samina, mina, sangalewa, this time for Africa. I'm well on my journey, biggie, biggie mama, 1 A to Z. My teachers all on my journey, biggie, biggie mama, from east to west. My tea, waka, waka, my waka, waka, my Sangin' since Zimbabwe, yeah. This is Africa.